ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. നമ്മളെന്നൊരു ഭാഗം ചിന്തിക്കുകയാണ്. ശാപം എന്നൊരു വിഷയം അല്പസമയം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം. എന്താണ് ശാപം? എൻ്റെ ഗ്രീക്കിൽ അറ, കറ്റാറ, അനാഥമ എന്നുള്ള വാക്കുകളാണ് ഗ്രീക്കിൽ. എബ്രായ പദം ഹെറോം എന്നുള്ളൊരു പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വ്യക്തികൾക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ആത്മാവിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ശാപമുണ്ടോ എന്ന് ചോദിച്ചാൽ ശാപം ഇല്ല. പക്ഷേ ശാപം വരുത്തി വയ്ക്കാം. ഹല്ലേലൂയ. ശാപം തനിയെ വരുന്നതല്ല. കർത്താവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്നൊരു മകൾ അവർക്ക് ദൈവത്തിലെ ആശ്രയിച്ച് കുറ്റമറ്റ ജീവിതം, കുറ്റമറ്റ മനസാക്ഷിയിൽ നയിച്ചില്ല എങ്കിൽ ശാപങ്ങൾ വരുത്തി വയ്ക്കാൻ കഴിയും. ക്രിസ്തീയ ജീവിതം ദൈവത്തോടുള്ളൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ദൈവികമായ ശാപങ്ങളും സാധാന്യമായ ശാപങ്ങളും ഉണ്ടാകും. ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാത്തതുമാണല്ലോ ശാപം. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുന്നത് ശാപത്തിന് കാരണമായി തീരും. ഇവിടെ പൗലോസ് പറയുന്ന ഈ പുതിയ നിയമത്തിൽ നമുക്ക് ചില ഭാഗങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഈ ശാപത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ശാപത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നോക്കാം. റോമർ 9:3 ഇങ്ങനെ പറയുന്നുണ്ട്: ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തവനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. യഹൂദ മര്യാദകളനുസരിച്ചും യഹൂദ മതത്തിൻ്റെ മതാനുസാരിയായും ജീവിച്ച് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരാളായിരുന്നു പൗലോസ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേർവിട്ട്, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല, മതത്തിനു വേണ്ടി ആളുകളെ പിടിച്ചുകെട്ടി, മഹാപുരോഹിതൻ്റെ അധികാരപത്രം വാങ്ങി ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി കൊല്ലുവാൻ കൊണ്ടുപോകുന്ന, അതിന് മുന്നോട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ പൗലോസ് പറയാണ്, ജഡപ്രകാരം, റോമർ 9:3, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തവനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. 1 കൊരിന്ത്യർ 12:3 ഇങ്ങനെ പറയുന്നു: ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ആകയാൽ ദൈവാത്മാവിൽ, കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. കുരിശിൽ തറയ്ക്കുന്നവർ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ക്രൂശിൽ കർത്താവ് സ്വയം സമർപ്പിച്ച് ബലിയായി തീർന്നതാണ്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മാത്രമേ യേശു രക്ഷിതാവ് എന്ന് ഏറ്റു പറയാൻ കഴിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു ശപിക്കപ്പെട്ടതല്ല. യേശു നമുക്ക് വേണ്ടി അനുഗ്രഹമായി തീർന്നതാണ്. എനിക്ക് വേണ്ടി ശാപമായി തീർന്ന യേശു ശപിക്കപ്പെട്ടതല്ല, എൻ്റെ ശാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ബലിയായി തീർന്നതാണെന്ന് വിശ്വസിക്കുവാൻ കഴിയും. കൊരിന്ത്യർ 16:22 പറയുന്നു: കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അഗാപ്പെ, പ്യുവർ ലവ്, ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം, അത് കർത്താവിനോടാണ് നമുക്ക് വേണ്ടിയത്. അപ്പനമ്മമാർക്കോ സഹോദരന്മാർക്കോ കൂട്ടുസഹോദരന്മാർക്കോ ലോകത്തിലെ ബന്ധങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ സ്നേഹിക്കപ്പെടുവാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നത് 100% പൂർണ്ണ ഹൃദയത്തോടെ ആകുന്നുവെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ഹല്ലേലൂയ.
കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവനാണ്. മറ്റു ചിലർ സാമുദായിക ക്രൈസ്തവർ ചെയ്യുന്നത് പോലെ കുറച്ച് സ്നേഹം കർത്താവിനും, കുറച്ച് പുണ്യവാളന്മാർക്കും, കുറച്ച് അമ്മയ്ക്കും, കുറച്ച് ജോസഫ് പിതാവിനും അങ്ങനെ സ്നേഹിക്കുന്നതും ശരിയല്ല. കാരണം യേശുക്രിസ്തു ആണ് നമുക്ക് വേണ്ടി അതിക്രൂരമായി മരണപ്പെട്ടത്. പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 2.5 മണിക്കൂറുള്ള ആ ഒരു ചിത്രത്തിൽ, ആ ഒരു മൂവിയിൽ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങൾ അനുഭവിച്ച ആ നടൻ ഒരിക്കൽ ഒരു റിപ്പോർട്ടറായി ഇങ്ങനെ ഒരു വേദിയിൽ പറയുന്നുണ്ട്, ആ ചാട്ടവറ അടി ചിത്രീകരിക്കുമ്പോൾ ഒരു അടി കൊണ്ടിട്ട് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരടി അഭിനയത്തിനിടയിൽ അറിയാതെ കൊണ്ടതാ. ഇപ്പോഴും തൻ്റെ ശരീരത്തിൽ ആ പാടുണ്ട് എന്ന് അതിൽ അഭിനയിച്ച അയാൾ പറയുന്നുണ്ട്. ഇത്രയധികം ക്രൂരമായി കഷ്ടപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ടുണ്ട്. ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ മറ്റു പലർക്കും മധ്യസ്ഥ അണിച്ചു പ്രാർത്ഥിച്ച് അവരെ എല്ലാം ബഹുമാനിച്ചിട്ട് ഒരംശം യേശുവിനെയും സ്നേഹിക്കുന്ന ആ ഒരു ഏർപ്പാട്, അങ്ങനെ സ്നേഹിക്കുന്നവരും ശപിക്കപ്പെട്ടവരാണ്. പൂർണ്ണമായി ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, സഹോദരങ്ങളെക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ലോകത്തിൽ മറ്റ് ആരെക്കാളും, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ, സ്നേഹിക്കുവാൻ, പൂർണ്ണമായി സ്നേഹിക്കുവാൻ കർത്താവിനെ മാത്രമേ നമുക്ക് സ്നേഹിക്കുവാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയും വിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥനയും ഔസോപിതാവിനോടുള്ള പ്രാർത്ഥനയും എല്ലാം മറ്റൊരു വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാം. ഗലാത്യർ 1:8 പറയുന്നു, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭ ഒരു കാര്യം തിരുത്തി. ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രം, സഹരക്ഷകയായിട്ട് ആരുമില്ല. അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷം, ആ അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷം യേശുക്രിസ്തു ഏകരക്ഷകനാണെന്നായിരുന്നു. എന്നാൽ സഹരക്ഷകയായിട്ട് പിന്നീട് പലരും അതിൽ കൂട്ടിച്ചേർത്തു. ഹല്ലേലൂയ. ആകാശത്തുകൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഏക മധ്യസ്ഥൻ നമുക്കുള്ളൂ, അതും ക്രിസ്തുവാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഈ ലോകത്തിൽ എത്രയധികം സുവിശേഷങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. യേശു മാത്രം കർത്താവ്, യഹോവ മാത്രം കർത്താവ്, പരിശുദ്ധാത്മാവ് മാത്രം ദൈവം എന്ന് പറഞ്ഞ് വിഘടിപ്പിക്കുന്ന വിഘട ചിന്താഗതികളുള്ളവർ ഇന്ന് ലോകത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച സുവിശേഷത്തിന് വിരുദ്ധമാണ്. അവർ ശപിക്കപ്പെട്ടവരാണെന്ന് ഗലാത്യർ 1:8 വ്യക്തമായി പറയും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അന്ന് മുതൽ കാത്തലിക് സഭയിൽ എന്ത് ചെയ്തു? അമ്മയോടുള്ള ഭക്തി കൂടി. ഇനി പുതിയൊരു പ്രത്യക്ഷപ്പെടൽ എവിടെയെങ്കിലും ഉണ്ടായാലും ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ആത്മാവ് പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യവും കൺഫർമേഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് താണലോകത്തിൽ മനുഷ്യവേഷത്തിൽ മറിയയുടെ ഉദരത്തിൽ ഹാലലിയ ജനിച്ച് മറിയയുടെ ഉദരത്തിൽ പുരുഷ സാമീപ്യമില്ലാതെ ജനിച്ച് 2 കള്ളന്മാരുടെ മധ്യേ അതിക്രൂരമായി റോമ ഗവൺമെന്റിന്റെ പിന്തുണയോടെ 2 കള്ളന്മാരുടെ മധ്യേ അതിക്രൂരമായി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഏതൊരു ആത്മാവിനോട് ചോദിക്കണം.
അതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദുരാത്മാവും പറയില്ല. അങ്ങനെ ഒരു കൺഫർമേഷൻ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൽ നിന്നും കിട്ടിയിട്ടില്ല. ഡയറക്റ്റ് വന്നങ്ങ് പറയുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ഒരുപാട് ദൂതന്മാർ പ്രവാചകന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും വരുമ്പോൾ പറയുന്നത് നിങ്ങൾക്കു സമാധാനം. ഗബ്രിയേൽ വന്ന് മറിയോട് പറയുന്നത് നിനക്കു സമാധാനം. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്ന, ഉയർത്തുന്ന, മഹത്വപ്പെടുത്തുന്ന പ്രത്യക്ഷതകളാണ് യഥാർത്ഥ ദൈവത്തിൽ നിന്നുള്ള പ്രത്യക്ഷതകൾ. മറ്റൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഗലാത്യർ 3:10 പറയുന്നു, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പഴയ നിയമത്തിൽ ഒരുപാട് നിയമങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് നിയമങ്ങൾ. പഴയ നിയമത്തെ ചുരുക്കി പറയുകയാണെങ്കിൽ, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ, അതിർ നീക്കുന്നവൻ, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ, പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ, അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ, മൃഗത്തോടുകൂടെ ശയിക്കുന്നവൻ, സഹോദരിയോടുകൂടെ ശയിക്കുന്നവൻ, അമ്മാവിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ, കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ, ന്യായപ്രമാണം അനുസരിക്കാത്തവൻ എന്നിവർ ശപിക്കപ്പെട്ടവരാകുന്നു. ആവർത്തനം 27, 15, 26. യെരിഹോവിനെ പുതുക്കിപ്പണിയായിരിക്കുവാൻ വേണ്ടി യെരിഹോം പുതുക്കിപ്പണിയുന്നവന്റെ മേൽ യോശുവ ശാപം ഉച്ചരിച്ചതായിട്ടൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ ഒരുപാട് ഇടങ്ങളിൽ പഴയ നിയമത്തിൽ ശാപങ്ങൾ കാണുവാൻ കഴിയും. ഉൽപ്പത്തിയിൽ സ്ത്രീയെയും പുരുഷനെയും പാപം ചെയ്തത് മൂലം ദൈവം ശപിച്ചു, പാമ്പിനെ ശപിച്ചു. പലയിടങ്ങളിൽ നമുക്ക് ശാപങ്ങൾ കാണുവാൻ കഴിയും. ഈ ശാപങ്ങൾ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് അതിനെ എടുക്കാൻ കഴിയുക? കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ശാപങ്ങളൊക്കെ ഉണ്ടോ? നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളത് പഴയ ന്യായപ്രമാണം മുഴുവനും ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരനെ ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, എൻ്റെ അയൽവക്കക്കാരൻ ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, എൻ്റെ സഹജീവിയെ ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, അവനുള്ളതിനെ മോഹിക്കുകയോ അവനുള്ളതിനെ വഞ്ചിക്കുകയോ തട്ടിക്കുകയോ പറ്റിക്കുകയോ അതിനെ വഞ്ചിച്ചെടുക്കുവാനോ അവനെ കൊല്ലുവാനോ കൊലപാതകം ചെയ്യുവാനോ നമ്മൾ ശ്രമിക്കില്ല. ഇവിടെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ വിഷയം, ഞാൻ ഇന്നത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ഇന്നത് ചെയ്തില്ലെങ്കിൽ ശാപിക്കപ്പെടും എന്നുള്ള പഴയ നിയമത്തിൻ്റെ ഗതിയല്ല പുതിയ നിയമത്തിൽ വരുമ്പോൾ. പുതിയ നിയമത്തിൽ നിയമം തന്ന ദൈവം തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുകയില്ലയോ? അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ്, നിയമം തന്ന ദൈവം ദൈവത്തിൻ്റെ ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നിയമകർത്താവ് തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എഴുതിയുണ്ടാക്കിയ നിയമത്തിലേക്ക് അതനുസരിക്കുവാൻ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പുതിയ നിയമ ദൈവമക്കൾ ചിന്തിക്കേണ്ടതില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യർ 3:13 ഇങ്ങനെ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എങ്ങനെ വിലയ്ക്ക് വാങ്ങി? ആ മരണത്തിലൂടെ, ആ രക്തത്തിലൂടെ, എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട ആ പുണ്യാഹ രക്തം എൻ്റെ പാപത്തിൻ്റെ മറുവിലയായി തീർന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇനി ഞാൻ ശാപഗ്രസ്തനല്ല, ഞാൻ സ്വതന്ത്രനാണ്. ഒരു ഗ്ലാസ്, ഞാൻ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വന്നൊരു ഗ്ലാസ് വെള്ളം തന്നു, എൻ്റെ കൈതട്ടി നിലത്ത് വീണു.
ആ ഗ്ലാസ് പൊട്ടിപ്പോയി. ഒന്നുകിൽ പിന്നീട് ആ ഗ്ലാസ് അവിടെ വരണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വില കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ അതിനൊരു വില കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിത്തരണം എന്നതുപോലെ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തിൽ നിന്ന് ശാപമായി തീർന്ന മനുഷ്യൻ്റെ ജീവിതം ദൈവം വില കൊടുത്ത് തിരികെ വാങ്ങിത്തന്നു. അതാണ് പുതിയ നിയമത്തിൽ നമ്മുടെ ഭാഗ്യം. ഗലാത്യർ 3:14 ഇങ്ങനെ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ദൈവമായി നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതിന് വില കൊടുത്തു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിച്ചു കഴിഞ്ഞാൽ പ്രവർത്തികൾ തീർന്നുപോയി എന്നല്ല, ദൈവരാജ്യത്തിന് അകത്തു ചെയ്തെടുക്കുവാനുള്ള, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്തെടുക്കാനുള്ള പ്രവൃത്തികളുണ്ട്. പക്ഷേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഇനി ഒരു പ്രവൃത്തിയില്ല. ഒരു ആടിനെ കൊണ്ടുവന്ന്, ഒരു കാളയെ കൊണ്ടുവന്ന്, ഒരു കുറുപ്രാവിനെ കൊണ്ടുവന്ന് അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കുറുമ്പടിമേൽ തളിച്ച്, അല്ലെങ്കിൽ യാഗപീഠത്തിൻ്റെ ചുറ്റും തളിച്ച്, ആ പെട്ടകത്തിൻ്റെ ചുറ്റും തളിച്ച്, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്ന പഴയ നിയമത്തിൻ്റെ പ്രവൃത്തി പുതിയ നിയമത്തിൽ വരുന്നില്ല. ഇവിടെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. കുഞ്ഞാടാകുന്ന ക്രിസ്തു എനിക്ക് വേണ്ടി മരണപ്പെട്ടു, ആ രക്തം എൻ്റെ പാപത്തിന് മോചനമായി തീർന്നു എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. മർക്കോസ് 11:13 ഇങ്ങനെ പറയുന്നു, അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു, അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. കർത്താവ് ഒരേ ഒരു ശാപമേ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അതൊരു മരത്തോടാണ്. ഈ മരം അത് അത്തിവൃക്ഷം കായ്ക്കുന്ന കാലമല്ല, എന്നിട്ടും കർത്താവിനെ ശപിച്ചു. അതൊരു വിരോധമായിട്ട് തോന്നും. അതിന് പൊതുവെ പറയുന്നത്, ഒരു അത്തിവൃക്ഷം ആ സീസണിൽ കായ്ക്കുന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ തലക്കനി കായ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനൊരു സമ്പ്രദായമുണ്ട്. ഒരു അത്തിവൃക്ഷം കായ്ക്കുന്ന സീസണിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തലക്കനി കായ്ക്കുന്ന പോലെ അവിടെ ആയിട്ട് 4-5 ഫലം ഉണ്ടാകും. ചില കുഞ്ഞുങ്ങൾ ചെറുപ്പകാലത്ത് വളർന്നു വരുമ്പോഴേ അവരിൽ ആത്മീയമായ ചില നല്ല ഗുണങ്ങൾ കാണുവാൻ കഴിയും, നല്ല സ്വഭാവങ്ങൾ കാണുവാൻ കഴിയും. വളർന്നു വരുമ്പോൾ അത് വർദ്ധിച്ചു വരും. അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം, അത് വേറൊരു കാര്യം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഇതിൽ അങ്ങനെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇതൊരു മനുഷ്യനെ സൂചിപ്പിക്കുന്നതാണ്. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്ക, ദുർഘട സമയങ്ങൾ വരുമെന്ന് ഓർക്ക, അല്ലേ? യൗവനത്തിൽ നാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഫലമുള്ളവരായിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. മരിക്കാറാവുമ്പോൾ, വയസ്സാകുമ്പോൾ നല്ല പിള്ള ചമന്ന് നടക്കുന്നു എന്നല്ല, നല്ല പ്രായത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, സാക്ഷിയായിരിക്കണം. ഏത് പരസ്യമായ സ്ഥലത്തു നിന്നും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. ഹല്ലേലൂയ. പിറ്റേന്നാൾ രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ തന്നെ എൻ്റെ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. എന്താണ്? നിങ്ങൾ വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ സംഭവിക്കും. അവിടെ എന്താ പറയുന്നത്? താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. അത് ഞാൻ ഈ പറഞ്ഞു വന്നത്, ശാപവാക്കുകൾ ഉച്ചരിച്ച് ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കും.
ഒന്നുകിൽ ദൈവത്തിൻ്റെ ശക്തിയാകണം, അല്ലെങ്കിൽ സാത്താൻ്റെ ശക്തിയാകണം. പലർക്കും ദൈവത്തിൻ്റെ കരങ്ങൾ ഭാരമായി തീരും. വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരേ നീരുറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുവാൻ കഴിയില്ലല്ലോ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുവിൻ എന്നാണ് വചനം. അതുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞാൽ കാട്ടത്തി ഉണങ്ങും, ജീവിതത്തിൻ്റെ തലങ്ങൾ മാറും. മണ്ടനായ പൊട്ടനായ ഒരു ഗുണവും ഇല്ലാന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവൻ വിശ്വാസമുള്ളവനാകും, അവൻ ഭക്തിയുള്ളവനാകും, ദൈവത്തിൽ ആശ്രയമുള്ളവനാകും, അവൻ ദൈവപ്രവൃത്തികളെ കാണും, അവൻ പ്രാർത്ഥിക്കും, അവൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകും എന്നും മക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. അതങ്ങനെ സംഭവിക്കും. വിശ്വസിക്കണം. നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കും. അപ്പോൾ വാക്കുകൾക്ക് വലിയ പവറുണ്ട്. സ്തോത്രം. ശതാധിപൻ കർത്താവിനോട് പറയാണ്, 10:8 അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. വാക്കുകളുടെ ശക്തി. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, രോഗത്തിൻ്റെ ശക്തി അവനിൽ നിന്ന് വിട്ടുപോകും. മത്തായി 8:16 വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. നമ്മുടെ നാവ് ശാപത്തിൻ്റെ നാവല്ല, അധികാരത്തിൻ്റെ നാവാണ്. അത് ശാപം ഉച്ചരിക്കുവാനുള്ളതല്ല, അത് അനുഗ്രഹം കൊടുക്കുവാനുള്ളതാണ്. നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, നമ്മൾ ഭൂമിയുടെ അപ്പമാണ്, നമ്മൾ ഭൂമിക്ക് ഒരു ദാഹജലമാണ്, ഒരു നല്ല നീരുറവയാണ് നമ്മൾ. കർത്താവ് അതല്ലേ പറഞ്ഞ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നിൽ നിന്ന് കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. സ്തോത്രം. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് ശപിക്കുവാനുള്ളതല്ല, അത് അനുഗ്രഹിക്കുവാനുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 10:120 അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റവും അവസാനമായി വെളിപ്പാട് 22:3 ഇങ്ങനെ പറയുന്നുണ്ട്, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. നിത്യതയിൽ ഒരു ശാപവും ഉണ്ടാകുകയില്ല. സ്വർഗരാജ്യത്തിൽ ഒരു ശാപവും ഉണ്ടാകുകയില്ല. ഈ ലോകം ശപിക്കപ്പെട്ടതാണ്. ദൈവത്താൽ ശപിക്കപ്പെട്ട ശാപങ്ങളുണ്ട്. സാത്താനാൽ ശപിക്കപ്പെട്ട് സാത്താൻ്റെ പ്രവൃത്തികൾ, സാത്താൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾ കൊണ്ട് നശിച്ചു കിടക്കുന്ന ഒരു ലോകമുണ്ട്. ശപിക്കപ്പെട്ട ഒരു കൂട്ടത്തിലല്ല നാം, വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിൽ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ തന്നെ, ഈ ലോകത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അധികാരവും ശക്തിയും ബഹുമാനവും പുകഴ്ചയും നൽകി, അവൻ്റെ ശരീരമായ സഭയ്ക്ക് നൽകി. സകലത്തിനും മീതെ ഇരുത്തി. ആരെ ഇരുത്തി? സഭയെ ഇരുത്തി. സഭയെന്ന് പറയുന്നത് സാർവലൗകികമാണ്. സകല ലോകങ്ങളും സകല രാജ്യങ്ങളിലുമുള്ള കർത്താവിനെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കുന്ന ആ ഒരു കൂട്ടമാണ് സഭ. ഒരു പ്രത്യേക ഡിനോമിനേഷന് അകത്തുള്ളതല്ലല്ലോ സഭ. ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. നമ്മൾ ശപിക്കപ്പെട്ടവരല്ല, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ശാപത്തിനുള്ളവരല്ല, അനുഗ്രഹത്തിനുള്ളവരാണ്. നമ്മുടെ നാവ് ശപിക്കുവാനുള്ളതല്ല, അനുഗ്രഹിക്കുവാനുള്ളതാണ്. ആയതുകൊണ്ട് നമുക്ക് അനുഗ്രഹിക്കാം.
നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ദൈവമക്കളെ, ഒരു സംശയം ഉണ്ടാവും, എൻ്റെ ജീവിതത്തിൽ ശാപമുണ്ടോ? ശാപം യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ നമ്മിൽ നിന്ന് വിട്ടുപോയി. സകല ശാപവും നമ്മിൽ നിന്ന് കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മൾ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാണ്. നീ ദീർഘായുസ്സായിരിക്കേണ്ടത്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പന. അതിലേക്ക് നീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശാപം ഉണ്ടാകും. ശാപത്തിൻ്റെ എന്തെങ്കിലും കണികകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവമക്കളെ, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിധ ശാപങ്ങളുണ്ടോ? ദൈവം ചെയ്യരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ശാപത്തിന് കാരണമായി തീരും. ശാപത്തിൻ്റെ പ്രതിഫലനമാണ് രോഗവും പ്രതിസന്ധിയും വേദനകളും എല്ലാം വരുന്നത്. സാത്താനെ ആക്രമിക്കുവാനുള്ള ഒരു ഡോർ തുറന്നിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേടുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ശാപം നമ്മിൽ നിന്ന് വിട്ടുപോയി, ഇനി നമുക്ക് ശാപമില്ല. പക്ഷേ നാം ശാപം വരുത്തി വയ്ക്കുന്നവരായി തീരരുത്. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.